ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കെയ്റോയിൽ നിന്ന് മെഡിറ്ററേനിയൻ സീയുടെ റാണി എന്നറിയപ്പെടുന്ന അലക്സാണ്ട്രിയയിൽ നമ്മൾ എത്തിയിരിക്കണം കേട്ടെന്ന്. കെയ്റോയിൽ നമ്മൾ ബസ് വഴിയാണ് കേട്ടോ വന്നത്. ഏകദേശം ഒരു 6 hours എങ്കിലും എടുക്കും കെയ്റോയിൽ നിന്ന് അലക്സാണ്ട്രിയയിൽ ബസ് വഴി വരാൻ വേണ്ടിയിട്ട്. രാവിലെ നമ്മൾ ഒരു 10:30 ആയപ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. വൈകിട്ട് ഒരു 4:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ അലക്സാണ്ട്രിയയിലെത്തി. അങ്ങനെ അലക്സാണ്ട്രിയയിൽ നിന്ന് നമ്മളൊരു ടാക്സി വിളിച്ചിട്ട് നമ്മൾ റൂം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ റൂം എടുത്തേക്കുന്നത് അൺനോൺ സോൾജർ സ്റ്റാച്യു, അതായത് ഈ സ്മാരകം, ഇതിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ടൊക്കെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഫ്രഞ്ച് എംബസിയൊക്കെ വരുന്നത്. റൂം എടുത്തേക്കുന്നത് ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ റൂം. നമ്മുടെ ഡോറിൻ്റെ ബാക്കിൽ തന്നെ വൈഫൈയുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹാള്. നമ്മളിത് ബുക്ക് ചെയ്തപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് അല്ല ഈ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ. ഇത് ഹാള്, ഇതൊരു വലിയ മാസ്റ്റർ ബെഡ്റൂം. ആ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ നമുക്കൊരു ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്, പിന്നെ ഒരു വാഷ്റൂം, ഡ്രസ്സിങ് ഏരിയ, അതൊക്കെയാണ് ഈ ഒരു റൂം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത് കിഡ്സ് ബെഡ്റൂമാണ്. 2 ബെഡുണ്ട്, പിന്നെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ഒരു വാഷ്റൂം. പിന്നെ ഈ ബെഡ്റൂമിൽ വേറൊരു ചെറിയ റൂം കൂടി ഉണ്ട്. ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ കെറ്റിലൊക്കെ വെച്ചിട്ടുള്ള ഒരു റൂം. ഇതാണ് 2 ബെഡ്റൂം ഫ്ലാറ്റ് നമ്മൾ എടുത്തേക്കണത്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചർച്ച് ഉണ്ട് കേട്ടോ, അതാണ് ഈ കാണുന്നത്. അങ്ങനെ റൂമിലൊക്കെ എത്തി ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ ടാക്സിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല കുഞ്ഞി കാറും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റിൽ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ബാർഗെയിൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വേണ്ടി. ഇവിടെ ട്രാം ഉണ്ട് കേട്ടോ ഇവിടെ റോട്ടിൽ കൂടെ. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാം. അതിന് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ കുഷേരി മേടിച്ച്, അൽഫാം മേടിച്ച്, ഷവർമ മേടിച്ച്. രാവിലെ പോകുന്നതല്ലേ അവിടെ നിന്ന് കയറുന്നു. പിന്നെ പ്രത്യേകിച്ച് ഫുഡൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായില്ല. അത് കാരണം ബർഗർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, തൂമ്, അൽഫാം, അതിൻ്റെ സൈഡ് ഡിഷൊക്കെ കേട്ടോ ഇത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയായപ്പോൾ ആ സ്ട്രീറ്റിലോട്ടൊക്കെ ഇറങ്ങി. ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതുപോലെ ഒരു വലിയ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടേക്കണ കെയ്റോയിൽ അൽ ഖലീൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരണത് അലക്സാണ്ട്രിയയിലാണ്. അതുപോലത്തെ വലിയൊരു സ്ട്രീറ്റ് തന്നെയാണ് ഇതും. ഇവിടെ കുറേ സാധനങ്ങളും ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊരു നമ്മുടെ സാന്റാക്രൂസിനെ മേടിച്ചായിരുന്നു കേട്ടോ. അതിന് പേരിട്ട് അലക്സാണ്ട്രിയയിൽ നിന്ന് മേടിച്ച കാരണം അതിന് അലക്സ് എന്ന് പേരിട്ട് ഞങ്ങൾ. ഇങ്ങനെ അത്യാവശ്യം കുറച്ച് ബാർഗെയിൻ ചെയ്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നല്ല അടിപൊളി സെറ്റേഴ്സ്, നല്ല ഹാൻഡ് ബാഗുകൾ, പിന്നെ നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുകൾ, പിള്ളേർക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ള ഡ്രസ്സുകൾ, സ്വെറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ടീഷർട്ടുകൾ. പിന്നെ ഇതൊരു ഷോപ്പാണ് കേട്ടോ. ഈ ഷോപ്പിനകത്ത് നമുക്ക് ഗവ, ഷീർഷ അതൊക്കെ വലിക്കണ കുറേ ടീമുകളൊക്കെ ഇരിപ്പുണ്ട് അവിടെ. അവരകത്ത് നിന്ന് നമ്മളെ കൈ കാണിക്കുമ്പോൾ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് നിന്ന് നമ്മളെ കൈ കാണിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലോട്ടൊക്കെ പോയി.
ബീച്ചിൻ്റെ സൈഡിലായിട്ടൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പോപ്കോൺ, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്തത്, അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന റെസ്റ്റ് എടുക്കണ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ട്, അങ്ങനെ അയാൾ പറഞ്ഞു ഇവിടെ പുതിയൊരു സ്ട്രീറ്റ് ബിൽഡ് ചെയ്യണുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടേ കുറേ കാണിച്ചിട്ടാണ്. ഇത് ശരിക്കും യൂറോപ്യൻ സ്റ്റൈൽ, ഇത് ബിൽഡ് ചെയ്ത് വരണേ ഉള്ളൂ. അങ്ങനെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ച്, അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സ്ട്രീറ്റ് വ്യൂ കണ്ട് നമ്മളങ്ങനെ നടക്കണമായിരുന്നു. ഇത് അലക്സാണ്ട്രിയയിൽ തന്നെ മെയിൻ സ്പോട്ടാണ് കേട്ടോ. ഇത് സിറിയൻ, ഇസ്രായേൽ, ഇറാഖ് യുദ്ധമൊക്കെ നടന്നിരുന്ന സമയത്ത് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത ഒരു അൺനോൺ സോൾജർ സ്റ്റാച്ചു എന്നാണ് അതിൻ്റെ പേര്. ഇത് നൈറ്റ് വ്യൂ കാണാനാണ് കുറച്ചും കൂടെ ഭംഗിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ അതൊരു പാർക്കാണ്, പാർക്കിൽ കൂടെ നടന്ന് നമ്മൾ റൂമിലൊക്കെ പോയി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 10 ആയപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റതൊക്കെ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലാത്ത ഹോട്ടലായതുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് തലബാത്ത് വഴിയാണ്. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ബ്രോസ്റ്റഡ് ചിക്കൻ, ഷവർമ, റൈസ്, ബണ്ണ്, ഇതൊക്കെയായിരുന്നു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ റെഡിയായി. അങ്ങനെ നമ്മൾ അലക്സാണ്ട്രിയയിൽ നിന്ന് കെയ്റോയിലേക്ക് പോവുകയാണ്. കെയ്റോയിൽ നിന്നാണ് നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു സ്വീറ്റ് ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ച് നമ്മൾ ഫ്രണ്ട്സിന് ഓഫീസിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ സ്വീറ്റ്സ് മേടിക്കാൻ കയറിയപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തരും, നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട്. അങ്ങനെ എല്ലാത്തിൽ നിന്നും കുറച്ചിച്ച് നമ്മൾ 2 ബോക്സിലായിട്ട് സ്വീറ്റ്സ് മേടിച്ചായിരുന്നു. അവിടെ നല്ല ഫ്ലേവേഴ്സ്, വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അലക്സാണ്ട്രിയയിൽ നിന്ന് കെയ്റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇതാണ് അവിടുത്തെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഫ്രഞ്ച് എംബസി, ആ സ്മാരകമൊക്കെ ഉള്ള ആ മെയിൻ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവിടെ ചെറിയ ചെറിയ വാനുകളാണ് ഓരോ സ്ഥലത്തേക്കും പോകാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റഷുള്ള സ്ഥലമാണിത്. ബസ്സൊക്കെ റയറായിട്ട് എങ്ങനെയുള്ളൂ. ചെറിയ ചെറിയ വണ്ടികളായതുകൊണ്ട് ഭയങ്കര റഷാണ് റോഡിലൊക്കെ, രാവിലെ തന്നെ ജോലിക്ക് പോകാനുള്ള ആൾക്കാരൊക്കെ. അങ്ങനെ നമ്മുടെ ഈജിപ്ഷ്യൻ ട്രിപ്പ് കഴിഞ്ഞ് അലക്സാണ്ട്രിയയിൽ നിന്ന് നമ്മൾ കെയ്റോയിലേക്ക് പോകും. കെയ്റോയിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ.